നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നടപ്പിലാക്കുന്ന കാര്യങ്ങൾ കോടതി പുനഃപരിശോധിക്കുന്നത് പോലെ എടുത്ത തീരുമാനങ്ങൾ പുനഃപരിശോധിക്കാനുള്ള വഴി ഉണ്ടാക്കണം. മനസ്സിലാവുന്നുണ്ടോ? അതിന് വിഷ്ണുവിന്റെ മനസ്സ് മാറണം. അതിനെന്താ മാർഗമെന്ന് നമ്മൾ ഇപ്പൊ ആലോചിക്കേണ്ടത്. എത്ര നിർബന്ധിച്ചിട്ടും അടുക്കുന്നില്ലല്ലോ. ആ ഒരവസ്ഥയിലല്ലേ ആളിപ്പം നിൽക്കുന്നേ. മനുഷ്യന്റെ അഹന്ത മാറ്റിയെടുക്കാനായി സുബ്രഹ്മണ്യ സ്വാമിക്ക് നൽകുന്ന വഴിപാടാണ് ഭിക്ഷാടനം. അയ്യോ സത്യമേ, അയ്യോ സത്യമേ, 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 സത്യമേ കണ്ണു തുറക്ക്. അതിന് കുറച്ച് വെള്ളം എടുത്തോണ്ട് വാ. സത്യമേ, സത്യമേ കണ്ണു തുറക്ക്. സത്യമേ കണ്ണു തുറക്ക്. എന്താ സത്യാമ്മയ്ക്ക് പറ്റിയേ? നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തിയേ? ഞങ്ങളെ വിഷ്ണു അച്ഛനെ ജയിലിൽ നിന്ന് ഇറക്കാൻ വേണ്ടി ഭഗവാന് ധാരകോരി ഒഴിക്കാൻ വന്നതാ. സത്യാമ്മയും വന്നത് ബിഗ് ഫ്രണ്ടിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടാ. വെള്ളം എന്താ? വെള്ളം കുടിക്ക. സത്യമേ ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ശാലിനി, മകനെ ജയിലിൽ നിന്ന് ഇറക്കാൻ വേണ്ടി വഴിപാടിന്റെ ഭാഗമായിട്ട് പിച്ച തണ്ടാനിരിക്കുകയായിരുന്നു. നിന്നോടും എന്റെ അർജുനോടും ഒക്കെ ഇവർ ചെയ്തത് തേച്ചാലും മാച്ചാലും എന്റെ മനസ്സിൽ നിന്ന് പോയില്ല. കണ്ടപ്പോ എന്റെ വായി തോന്നിയതൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞു. ഇത്രയും കാശും സ്വത്തും ഒക്കെ ഉള്ളൊരു സ്ത്രീ പിച്ച തെണ്ടാനൊക്കെ ഇരിക്കാന്ന് വെച്ചാ അതിന്റെ കുറച്ചിലാർക്കാ? നിങ്ങളും മക്കൾക്കും മരുമക്കൾക്കുവാ. എന്ത് വഴിപാടിന്റെ പേരിലായാലും നിങ്ങൾ നോക്കാഞ്ഞിട്ട് വന്നിരിക്കാന്നല്ലേ ആളുകൾ പറയൂ. അതുകൊണ്ടുകൂടിയാ മുഖം കറുപ്പിച്ച് ഞാൻ 1-2 പറഞ്ഞത്. എന്നെ എങ്ങനെ നോക്കുവൊന്നും വേണ്ട. ദാ ഇവളോടുള്ള സ്നേഹ കൂടുതൽ ഉള്ളതുകൊണ്ട് തന്നെയാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. സത്യമേ എങ്ങനെയുണ്ട്? തലകറക്കോ മറ്റോ ഉണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ക്ലിനിക്കിൽ പോവാം. വേണ്ട, വീട്ടിൽ പോയെന്ന് കിടന്ന മാറാവുന്ന ക്ഷീണേ ഉള്ളൂ ശരീരത്തിന്. പക്ഷെ മനസ്സിന്റെ ക്ഷീണം മാറണമെങ്കിൽ ഭഗവാൻ തന്നെ വിചാരിക്കണം. എഴുന്നേക്ക് സത്യമേ. കണ്ടില്ലേ, ഭിക്ഷ എടുത്ത് കിട്ടിയതാ. സത്യമേ അതിങ്ങിതാ, ഞാൻ ഭണ്ഡാരത്തിലിട്ടോളാം.
സത്യമ്മയും മോള് ശ്രദ്ധിച്ചോളണം. ഉം. മോള് കയറിക്കോ. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ഇവരുടെ പൂങ്കണ്ണീരിലൊന്ന് വീണേക്കല്ലേ. ഇതൊക്കെ മാറും. ഞാനിത് എത്ര കണ്ടിരിക്കുന്നു. പ്രീതിയും പാറും സുഖമായിട്ടിരിക്കുന്നു. സത്യഭാമയുടെ വീടിന്റെ പടി ചവിട്ടരുതെന്നാ ഞാൻ അവരോട് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നിനക്ക് സുഖാണോന്ന് ചോദിച്ച് ഞാൻ വിഷമിപ്പിക്കുന്നില്ല. എനിക്കറിയാലോ കാര്യങ്ങളൊക്കെ. ഇതിപ്പോൾ ചന്ദ്രബോസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കൊടുത്ത നോൺ വയലബിൾ വാറണ്ട് കോടതിയിൽ അവർക്കെതിരെ ഉപയോഗിക്കുന്ന തെളിവുകൾ നശിപ്പിക്കുമെന്നൊരു പിടിവള്ളി. അത് സാക്ഷികളെ സ്വാധീനിക്കുമെന്നാവാം, അല്ലെങ്കിൽ പ്രതികൾക്കെതിരെ സാക്ഷികൾ കോടതിയിൽ എത്തുന്നതിന്റെ പേരിലുള്ള സംരക്ഷണം കൊടുക്കും എന്നതിലും ആവാം. വിഷ്ണുവിന്റെ മുൻകാല പെറ്റിക്കേസുകൾ ചന്ദ്രബോസ് എടുത്തിട്ട് അലക്കും. ഒരു തികഞ്ഞ കള്ളനെ പൂട്ടാൻ എന്തൊക്കെ ചെയ്യണോ അതൊക്കെ എനിക്കിവിടെ ചന്ദ്രബോസിനെതിരെ ചെയ്യേണ്ടി വരും. എന്നാലേ അയാളെപ്പോലൊരു വെരികിനെ. എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും വിഷ്ണു ബ്രോയ്ക്ക് ജാമ്യം കിട്ടണം. അതിനായിട്ടിപ്പോൾ എന്താ വഴി? അതാ ഇപ്പോൾ ആലോചിക്കേണ്ടത്. നടപ്പിലാക്കുന്ന കാര്യങ്ങൾ കോടതി പുനഃപരിശോധിക്കുന്നത് പോലെ എടുത്ത തീരുമാനങ്ങൾ പുനഃപരിശോധിക്കാനുള്ള വഴി ഉണ്ടാക്കണം. മനസ്സിലാവുന്നുണ്ടോ? അതിന് വിഷ്ണുവിന്റെ മനസ്സ് മാറണം. അതിനെന്താ മാർഗമെന്ന് നമ്മളിപ്പോൾ ആലോചിക്കേണ്ടത്. എത്ര നിർബന്ധിച്ചിട്ടും അടുക്കുന്നില്ലല്ലോ. ആ ഒരവസ്ഥയിലല്ലേ ആളിപ്പോൾ നിൽക്കുന്നേ. അർജുന്റെ മനസ്സിൽ മറ്റെന്തെങ്കിലും മാർഗങ്ങളുണ്ടോ? ഒരുപാട് മാർഗങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ പ്രാവർത്തികമാക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടെങ്കിലല്ലേ എടുക്കുന്ന എഫേർട്ടിനൊരു പ്രയോജനം വരും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.